ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു ലോങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ കുറേ റോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നൈറ്റ് എൻ്റെ ഫ്രണ്ട് അവളുടെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ കുറേ റോസ് പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കളയല്ലേ, അത് എനിക്ക് തന്നേക്കാരണം അങ്ങനെ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കതൊരു വെള്ളത്തിലാക്കിയിട്ട് അങ്ങനെ ഇറക്കി വെക്കട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു ചില്ല് ബോട്ടിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഇറക്കി വെക്കാൻ വെച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് അതേപോലെ അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ അത് എടുത്തിട്ടാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി കഴിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ റൂം ക്ലീൻ ചെയ്യാണ്ട് റൂമിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ അലങ്കോലായി കിടക്കുകയെന്ന്. 2-3 ദിവസമായിട്ട് നമുക്ക് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് അലങ്കോലായി കിടക്കാട്ടോ. ഇങ്ങനെ ഒത്തിരി വർക്കുകളൊക്കെ വരുമ്പോൾ റൂമിൻ്റെ ഒക്കെ അവസ്ഥ ഏകദേശം ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ ഈ റോസ് പൂ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ എടുത്തിട്ടാട്ടോ വന്നിട്ടുള്ള ഒരു ചെറിയ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ടാ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ റോസ് പൂവിന് ഇതിൽ ഇട്ട് വെക്കട്ടെ. അപ്പോൾ അധിക ദിവസമൊന്നും നിൽക്കൂല, 1-2 ദിവസമൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണാമല്ലോ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സിൽ. അപ്പോൾ അങ്ങനെ നിന്നോട്ടെ വെച്ചിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താണ്. പിന്നെ ഇത് ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിനാട്ടിനുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ ആവില്ല വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ആ ഒരു സൈഡ് ഇതാ ഇവിടെയും ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇത് മണി പ്ലാന്റിലാട്ടോ ഞാൻ ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൂം ക്ലീൻ ചെയ്യൽ തുടങ്ങട്ടെ. നമുക്ക് പരിപാടികൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ കോർണറിനാട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഓർഗനൈസർ ഞാൻ അത് ചെരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സ്പേസും ഇല്ലാത്ത പോലെ തോന്നി. ഓർഗനൈസർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിക്കോട്ടെ, നല്ലതാട്ടോ. ആ ഒരു ക്യാഷിനുള്ള വേർത്താണ് അത്. നിങ്ങൾക്ക് ഷോർട്സിൽ നോക്കിയാൽ മതി, ഷോർട്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് ഈ വിൻഡോൻ്റെ അവിടെ തന്നെ ആദ്യം ക്ലീൻ ചെയ്യാം. അത് ഞാൻ വരച്ചേട്ടാ മുന്നേ മ്യൂറൽ പെയിൻറ്റ്. പക്ഷേ അത് പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാതെ വെച്ചിട്ട് ഫുൾ സെറ്റ് ചെയ്ത് വരയ്ക്കാതെ വെച്ചിട്ട് അങ്ങനെ വരച്ച് വെച്ചതാണ് റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലോത്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ വിൻഡോൻ്റെ സൈഡിലുള്ള എല്ലാ സാധനങ്ങളും ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ നമുക്ക് ജസ്റ്റ് മാറ്റി വെച്ച് നമുക്ക് നന്നായിട്ട് തുടക്കട്ടെ. ഇവിടെ പെട്ടെന്ന് തന്നെ മാറാലും പൊടിയൊക്കെ വേഗം വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റൂം ക്ലീനിങ് ഒക്കെ പതിവായിട്ടുള്ള കാര്യം തന്നെ കേട്ടോ. എനിക്ക് എപ്പോഴും റൂം നീറ്റായിട്ടിരിക്കണം. പക്ഷേ ഈ കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിചാരിക്കും എന്നാൽ നാളത്തേക്ക് ചെയ്യണം. കാരണം അത്രയും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാവും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടിരിക്കണം. അപ്പോൾ പിന്നെ ആയിരിക്കും നാളെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കും. എന്നാലും ഒരു 2 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വിൻഡോൻ്റെ സൈഡൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു ഭാഗത്ത് ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒട്ടിച്ചിരുന്ന സാധനം അതാ താഴെ വീണിട്ടത്. ഞാൻ വരച്ചതിന് മുന്നേ നമ്മുടെ ഷോർട്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫാമിലി ഫോട്ടോ ഒക്കെ വെക്കാണ്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് കട്ട് ചെയ്താൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കിടക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എനിക്കെൻ്റെ ഫാമിലി എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ ഞാൻ ഈ ഒരു സംഭവം. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആക്കി ഒന്ന് ക്യൂട്ടാക്കാൻ വെച്ച് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മെമ്മറബിൾ ആയിട്ട് മൊമെൻറ്റ്സ് ആട്ടോ ഫാമിലി ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ സൈഡിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ വിൻഡോൻ്റെ 2 കോർണറിലായിട്ട് ഇതാ നമ്മുടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ഓർഗനൈസറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് പാവക്കുട്ടികൾ, അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ നമ്മുടെ ഈ ഒരു ടേബിൾ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യണം. നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യുന്ന കേട്ടോ ഈ ടേബിളിൽ. അപ്പോൾ ടേബിൾ ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ടേബിളിൻ്റെ ഈ പുറം ഭാഗം മാത്രം ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ ഭാഗത്ത് തന്നെ അതിൻ്റെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബെഡിൽ കുറച്ച് സാധനങ്ങളിൽ അതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ മാറ്റാം കേട്ടോ. പാട്ട് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരു സ്പീക്കർ അനിയൻ്റെ അടുത്ത് വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിൻഡോൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മൊത്തം നമ്മളിതാ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു മേക്ക് ഓവർ. ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ പറയട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനിതാ എൻ്റെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു കോർണർ തന്നെയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് എടുക്കാൻ പാകത്തിന്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ നല്ല രീതിയിൽ വിരിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 പില്ലോ ഉണ്ട്, അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലാപ്ടോപ്പും എല്ലാം ഞാൻ ഇതാ ഒരേ സൈഡിലായിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സുഖമാണ്. അങ്ങനെ ഇതാ നമ്മുടെ റൂം ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയട്ടോ. ഈ നമ്മുടെ ടേബിളിൻ്റെ ഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫ്രെയിം കേടുവന്നത് അത് ഞാൻ അതുപോലെ ചെയ്തതാട്ടോ. അങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ആയി ചെയ്താൽ. പിന്നെ നമ്മുടെ ഫ്ലവർ ഇതാ. അപ്പോൾ ടേബിളൊക്കെ മുന്നേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അത് മാത്രം മാറ്റിയിട്ടുള്ളായിരുന്നു കേട്ടോ. കാരണം ടേബിളിൻ്റെ ഈ ഭാഗമൊക്കെ ഭയങ്കര നീറ്റായിട്ട് കിടക്കുന്നത്. പിന്നെ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓർഗനൈസ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. കുറേ കോഡ്സും കുറേ സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്ത് കുറേ ഫോട്ടോസ് മെമ്മറബിൾ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടാ ഞാൻ ടേബിളൊക്കെ എപ്പോഴും ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. ഞങ്ങളുടെ റൂമും അതുപോലെ തന്നെയാണ്.
പിന്നെ നമ്മുടെ ടേബിളിൻ്റെ താഴെ കുറേ ഫുഡ് ഐറ്റംസും ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചയായി. ഞാൻ ഫുഡ് കഴിക്കുക. അപ്പം സാമ്പാറും ചോറും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റൂമിൽ. ഫ്രണ്ട് വർക്കിന് പോയിരുന്നു. അവൾ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ മുനിസിപ്പൽ സ്റ്റാൻഡിൽ പോയിട്ട് എനിക്ക് കുറച്ച് ക്രാഫ്റ്റിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞാനും അവളും കൂടെ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കട്ടെ. അതായത് ഡ്രസ്സ് നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് ഡ്രസ്സ് എടുക്കൂലേ, അങ്ങനത്തെ ഒരു ഷോപ്പിലാട്ടോ നമ്മൾ കയറിയിട്ടുള്ളത്. അത് റൗണ്ടിലുള്ള ഒരു ഷോപ്പിലായിരുന്നു, പേര് എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളിതാ കുറേ വെസ്റ്റേൺ ഡ്രസ്സുകളുണ്ട്, നല്ല അടിപൊളി വെസ്റ്റേൺ ഡ്രസ്സുകളുണ്ട്. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല അടിപൊളി വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എല്ലാം വെയിറ്റ് നോക്കിയിട്ടാട്ടോ എടുക്കുക, അതിനുള്ള പ്രൈസ് ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ അവിടെ ഡ്രസ്സ് എടുക്കുന്നത്. നല്ല അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാ ഒരു ചെറിയ കൂൾ ബാർ പോലെ ഒരു ഇതിൽ കയറിയതാട്ടോ. അപ്പം ഞാൻ പാനിപ്പൂരിയും പിന്നെ ഒരു റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോഫി ആയിട്ടാണ് വാങ്ങിയിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പം അങ്ങനെ വാങ്ങി കഴിച്ചതാണ്. കോഫി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റുള്ള കോഫി. അതുകൊണ്ട് നല്ല ആസ്വദിച്ചിരുന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല കോഫി ആയിരുന്നു. വർക്കില്ലാത്ത ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറങ്ങാനൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഡ്രസ്സ് എടുക്കാനും അങ്ങനെയൊക്കെ ഓരോ ഷോപ്പിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും. പിന്നെ സുഡിയോ നെസ്റ്റൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ചുറ്റിക്കറങ്ങിയൊക്കെ വരും കേട്ടോ, ഒരു രസമല്ലേ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോളും കാര്യങ്ങളൊക്കെ ഇട്ടാണ് വാങ്ങിയത്. റോളൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി, അപ്പം അങ്ങനെ വാങ്ങിയത് കേട്ടോ. പക്ഷേ ഇവിടെ ഈ പാനിപ്പൂരിയിൽ എല്ലാ സംഭവവും നമ്മൾ തന്നെ മിക്സ് ചെയ്യണം. എല്ലാ സംഭവങ്ങളും അവർ നമുക്ക് തരും, നമ്മളിതാ ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പം ന്യൂ ഇരുന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എനിക്ക് തരാം കേട്ടോ. അങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മളിത് കഴിച്ചു. രസമുണ്ട് കേട്ടോ, വലിയ രസമുണ്ടെന്ന് പറയണില്ല, എന്നാലും ഒരു ആവറേജ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിന്ന് കഴിക്കുകയാണ്. ഞാൻ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് എരിവ് കൂടി പോയിട്ടാ. ഇതിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് എരിവ് ഏറിപ്പോയി. അവളുണ്ടാക്കിയപ്പോൾ നല്ല കറക്റ്റ് ആയിരുന്നേ. ഞാൻ മിക്സ് ചെയ്ത് കഴിച്ചത് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ ഒരു ഓട്ടോയിലും കയറി ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിച്ചു സുഡിയോയിലും കൂടി ജസ്റ്റ് ഒന്ന് കയറാൻ കേട്ടോ. പൂങ്കുന്നത്തുള്ള സുഡിയോയിലാണ് നമ്മൾ പോവാറ്, നമുക്കതാണ് എളുപ്പം. അപ്പോൾ സുഡിയോയിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ സുഡിയോൻ്റെ അവിടെ ഇറങ്ങി നമ്മൾ സുഡിയോയിലും കൂടി കയറി. അപ്പോൾ ന്യൂവിന് ഫൗണ്ടേഷനൊക്കെ വാങ്ങാണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെയുള്ള കളക്ഷൻസൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട്, അപ്പം ചപ്പലിൻ്റെ ആ സെക്ഷനിലേക്ക് തന്നെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ അതിന്നൊക്കെ നോക്കി, പക്ഷെ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ നേരെ ഫൗണ്ടേഷൻ്റെ സൈഡിലേക്ക് വന്നു. ഫൗണ്ടേഷൻ നോക്കാൻ നമ്മൾ മെയിനായിട്ട് ഇവിടെ കയറിയത്. അപ്പോൾ ഫൗണ്ടേഷൻ അവിടെ നിന്നൊക്കെ നമ്മൾ നോക്കി നല്ലൊരു ഷെയ്ഡൊക്കെ എടുത്ത് നേരെ നമ്മൾ ഹോസ്റ്റലിലേക്ക് പിന്നെ നടന്നിട്ടാട്ടോ പോയത്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ എത്തി. ഇന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് നൈറ്റ് ഫുഡ് കഴിക്കാനൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഒത്തിരി താങ്ക് യു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കയറിയപ്പോഴൊക്കെ. അപ്പോൾ ഒത്തിരി താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.